ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിലർ റെക്കോർഡുകൾ തൂക്കി. ആള് തന്നെ റെക്കോർഡ് ഇടും, അത് ആള് തന്നെ തിരുത്തും. ഇതൊക്കെയാണ് ആളെ ഹോബി. ഇതൊക്കെയാണ് ഒരു വല്ലാത്ത തരം ഹോബീസ് ആണ് ആൾക്കുള്ളത്. സത്യമായിട്ട് റെക്കോർഡുകൾ ഇങ്ങനെ സ്വന്തമായി ഇടുന്നു, സ്വന്തമായി തൂക്കുന്നു. 4 മണിക്കൂർ കൊണ്ട് 1 മില്യൺ ലൈക്കാണ് അതെ ട്രെയിലറിന് കിട്ടിയിട്ടുള്ളത്. 1 മില്യൺ ലൈക്ക്, അതായത് 10 ലക്ഷം ലൈക്ക് 4 മണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട്. മറ്റുള്ളവരൊക്കെ പുച്ചിക്ക് കാണോ എന്നൊരു സംശയമുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് അല്ലേ. 4 മണിക്കൂർ ഇവിടെ 4 മണിക്കൂർ ഒരു ഫോട്ടോ ഇട്ട ഒരു 100 എണ്ണം തികയൂല. അല്ല, ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമ, അതായത് ദ ഗോട്ട് എന്ന സിനിമക്ക് അത്ര വലിയ ഹൈപ്പ് ഇല്ല. അതെ, ഡിയോ അല്ലെങ്കിൽ ആളുടെ ഇതിന് മുൻപ് വന്ന സിനിമകളുടെ അത്ര ഹൈപ്പ് എന്തിനില്ല, ഗോട്ടിനില്ല. സത്യമായിട്ടുള്ള ഇത്രയും വ്യൂസ്, ഇത്ര ലൈക്ക്, കാര്യങ്ങളൊക്കെ. ശരിക്കും ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു ഹൈപ്പ് ഒന്ന് ഇത്തിരി കൂടിയിട്ടുള്ളത്. അതുവരെ തേർഡ് സിംഗിൾ ഇറങ്ങിയതോടെ ഉണ്ടായിരുന്ന ഹൈപ്പും കൂടെ പോയൊരു സാധനമാണ്. ആ സാധനമാണ് ഈ 4 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം ലൈക്ക് തിരിച്ചെടുത്തു. അതായത് താഴേക്ക് പോയത് വീണ്ടും മുകളിലേക്ക് തന്നെ കൊണ്ടുവന്നു. സിമ്പിൾ. പിന്നെ ഉണ്ട് 24 മണിക്കൂർ 35 മില്യൺ. യെസ്, അതായത് 3 വേർഷനും കൂടി കൂടിയിട്ടാട്ടോ. അതെ, ഹിന്ദി, തെലുങ്ക്, തമിഴ്. ഇത് മൊത്തം കൂട്ടിയിട്ടാണ് 35 മില്യന്റെ മുകളിലേക്ക് വ്യൂസ് വന്നുള്ളത്. ഇത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യൂസിൽ 4ാം സ്ഥാനത്ത്, അതായത് തമിഴ് മാത്രം എടുത്താൽ. യെസ്, അതായത് തമിഴിൽ മാത്രം ഉള്ളത് 29.25 മില്യൺ ആണ് വ്യൂസ്. തമിഴ് 24 മണിക്കൂർ കൊണ്ട്. പിന്നെ തെലുങ്കില് 2.30 മില്യൺ വ്യൂസ് ഉണ്ട്. ഹിന്ദിയിൽ 3.25 മില്യൺ വ്യൂസ്. അപ്പൊ ഇത് 3 കൂടി കൂട്ടിയിട്ടാണ് 35 മില്യൺ കേട്ടോ ടോട്ടൽ. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണെന്നറിയോ? ഗുണ്ടൂർക്കാരൻ. സിനിമേന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാലോ. പക്ഷേ മുന്നില് മഹേഷ് ബാബു വേറെ ലെവലാണ്. ഇതിപ്പോ വിജയിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇങ്ങ് വരും. ആ ഒരു വർത്താനമില്ല, കാരണം അത്രയ്ക്കും ഫാൻസ് ഉള്ളൊരു നടനാണ് മഹേഷ് ബാബു. ആളുടെ ട്രെയിലറാണ്, ഗുണ്ടൂർക്കാരത്തിന്റെ ട്രെയിലറാണ് ഇപ്പോഴും നമ്പർ 1 ആയിട്ട് കിടക്കുന്നത്. 37.60. ഈ വിജയിന് അതേപോലെ തന്നെയാണ്. ശരിക്കും ഒരു നടനെന്ന നിലയിലേ നമ്മൾ നോക്കുമ്പോൾ വിജയും മഹേഷ് ബാബുവിനും ഒരുപാട് സാമ്യതകളുണ്ട്. അതായത് പക്കാ എന്റർടൈനറാണ് രണ്ടുപേരും. ആ ഒരു ഇതിൽ പോകുന്ന ആൾക്കാർ ഭയങ്കര വലിയ അത്ഭുതപ്പെടുന്ന നടന്മാരാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്റർടൈനിങ് രീതിയിൽ എന്തു കൊടുത്തോ, ഡാൻസിന് ഡാൻസ്, ഫൈറ്റിന് ഫൈറ്റ്, മാസിന് മാസ്, എല്ലാം ഉണ്ടാവും. എല്ലാ സംഭവവും ഉണ്ടാവും. പിന്നെ 2 പേരുടെ വയസ്സും അതെ അറിയില്ല, രണ്ടുപേർക്കും പ്രായമായത് അറിയുന്നില്ല. എന്തിന് മഹർഷി സിനിമയിലല്ലേ ആള് കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിച്ചത്. അത് ഈ അടുത്താണ്, അത് ഒരു 2 കൊല്ലം മുന്നേ. ആൾക്ക് ഈ കഴിഞ്ഞ മാസമാണ് 50 വയസ്സ് കഴിഞ്ഞത്. വിജയ്ക്ക് കഴിഞ്ഞ മാസമാണ് 50 വയസ്സ് കഴിഞ്ഞത്. എന്തുവാണ്, വല്ലാത്ത ജന്മങ്ങളാണ് കേട്ടോ. എന്താണെങ്കിലും 1ാം സ്ഥാനത്ത് ഗുണ്ടൂർക്കാരാണ്, 2ാം സ്ഥാനത്ത് സലാറാണ് 32.50. അത് പ്രഭാസാണ്. അതെ, പ്രഭാസ് പാൻ ഇന്ത്യൻ ആണ്, മാത്രമല്ല പാൻ വേൾഡ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം ഇന്ത്യയിലെ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് പോകുന്ന ആ ഒരു ലെവലിലേക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത്ര വലിയ സ്റ്റാർ ഉള്ള ഒരാളാണ്. സലാറിനുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KGFന്റെ ഹൈപ്പ് അതിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സത്യം. പിന്നെ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു അതില്. അങ്ങനെ സംഭവ ബഹുലമായൊരു സിനിമ ആയിരുന്നു. അതിന്റെ ട്രെയിലർ വരിക എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാത്തിരുന്നൊരു സംഭവമായിരുന്നു. അതിന്റെ ട്രെയിലർ എന്തായിരുന്നു, അതിനടുത്തേക്കാണ് ഇവരുടെ. എന്നിട്ടും ഗുണ്ടൂർക്കാരത്തിന്റെ അടുത്ത് എത്തിയിട്ടില്ല. അതാണ്, എന്നിട്ടും 32 ഉള്ളൂ. 37 ഗുണ്ടൂർക്കാരം. 5 മില്യൺ കൂടുതലാണ് അപ്പോഴും. ഇനി ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് നമ്മുടെ ലിയോയാണ് 3ാം സ്ഥാനത്ത്. അത് 32.50 മില്യൺസ് ആണ് ഇതിന്റെ വ്യൂസ് വന്നിട്ടുള്ളത്. ലിയോ അതൊരു മുതൽ പിന്നെ അല്ലാണ്ട് അതിനെന്താണെന്നറിയോ? പക്ഷെ ലിയോ എന്ന സിനിമയുടെ ട്രെയിലറിലെ ആ ട്രെയിലർ കിടിലനായിരുന്നെങ്കിലും അതിൽ നിന്ന് നൽകുന്ന പ്രതീക്ഷ അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. അത് LCയുടെ ഭാഗമാണോ അല്ലയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വരാൻ പോകുന്ന കാമിയോസ് ആരൊക്കെ, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. അതായത് അതിൽ സിനിമയുടെ ടോട്ടൽ സംഭവങ്ങൾ വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവുമായിരുന്നു. എന്നാൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന സിനിമയുടെ ട്രെയിലർ ഒട്ടും സംഗതികളും മനസ്സിലാവില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ശരിക്കും മങ്കാത്ത ട്രെയിലർ ഉണ്ടല്ലേ, അതൊരു 1 ട്രെയിലർ. അതിൽ എല്ലാം പിടികിട്ടുമല്ലോ. മങ്കാത്ത ട്രെയിലർ അത് 1 ഓഫ് ദ ബെസ്റ്റ് ട്രെയിലറാണ്. പക്ഷെ അതിലെല്ലാം പിടികിട്ടും. എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോട്ടിൽ
ഒരു കാര്യം പിടി കിട്ടുന്നില്ല എന്നുള്ളത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും, കാരണം നമുക്ക് പലതും തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ വരും. അതെ, അത് നമ്മളിപ്പോൾ കങ്കുവിൻ്റെ ട്രെയിലർ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇത് പല സാധനങ്ങളും ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമായിരുന്നല്ലോ, അത് ഇതിനകത്ത് ഇവർ ട്രെയിലറിൽ വിട്ടല്ലോ എന്ന്. പിന്നെ നമ്മൾ ആശ്വസിച്ചത് ഇതിന്റെ അപ്പുറമുള്ള സാധനം ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണ്. അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. അതെ, പക്ഷെ നമ്മൾ പല സംഭവങ്ങളും ആ ഒരു രീതിയിൽ മനസ്സിൽ ഉൾക്കൊണ്ട് ഇന്ന സംഭവങ്ങളുണ്ട്, അഗ്നിപർവ്വതം പൊട്ടുന്ന സംഭവം, പിന്നെ ആ ക്രോക്കഡൈൽ സീനില്ലേ ഇടിച്ച്, അത് നമുക്കിനി ആ സീൻ എങ്ങനെയാന്നുള്ളത് കാണുക മാത്രമേ ഉള്ളൂ. അതെ, ആ സാധനം ആൾറെഡി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതെ, ഇനി ഇത് വേറൊരു കാര്യം കൂടി പറയാം. ലിയോന്റെ കാര്യം പറയുമ്പോൾ ലിയോന്റെ ഒരു ഇത്രയും വ്യൂസ് വരാനുള്ള കാരണം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയ് എന്ന് പറയുന്നത് മാത്രമല്ല, അവിടെ ലോകേഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡും കൂടി ഉണ്ടായിരുന്നു. ആളുടെ സിനിമ അല്ലെങ്കിൽ ആളുടെ അടുത്ത സിനിമ എന്ന് പറയുന്നത് വിജയിനെ വെച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഭയങ്കര ഹൈപ്പ് തന്നെയായിരുന്നു. സ്റ്റാർ എന്ന രീതിയിൽ ഒരു ബ്രാൻഡ്, അതെ, പിന്നെ സംവിധായകൻ എന്ന രീതിയിൽ മറ്റൊരു ബ്രാൻഡ്, പിന്നെ LCU എന്നുള്ളതിന്റെ വേറെ ആ ഹൈപ്പ് ഭീകരം. പിന്നെ ബോളിവുഡിൽ നിന്നാണ് ഇതിൽ വില്ലൻ, യെസ്, പിന്നെ അർജുനുണ്ട്. അങ്ങനെ പല താരങ്ങളും അമ്പൻ കാസ്റ്റിംഗ് ആണ്. ഇതിനേക്കാൾ അപ്പുറത്തുള്ള കാസ്റ്റിംഗ് ആണ് ലിയോയ്ക്കുള്ളത്. യെസ്, പിന്നെ വിക്രം എന്ന സിനിമക്ക് ശേഷം വരുന്ന സിനിമ അത് ലോകേഷ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇത് തന്നെയായിരുന്നു. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിൽ പോലും കാസ്റ്റിങ്ങിന്റെ കാര്യത്തില് ഒരു രക്ഷയില്ല കേട്ടോ. ഈ കൂട്ടിൽ എത്രയാ എന്തൊക്കെ ആരൊക്കെയാണ് വരുന്നത്. പ്രഭുദേവയും പ്രശാന്തും ജയറാം അജ്മല്, ഇത് ഇവരുടെ തന്നെ ഒരു ടീം തന്നെയല്ലേ. അങ്ങനെ തന്നെ നോക്കുമ്പോ അവര് എല്ലാവരും ഇതിന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ട റിയാക്ഷൻ വീഡിയോ ഒക്കെ, ഒരു വില്ലൻ വളരെ മോശമായി കഴിഞ്ഞാൽ സിനിമയും മോശമാവുന്നു. അപ്പൊ ഇതിൽ മോഹൻ ചെയ്യുന്ന കഥാപാത്രമല്ലേ, താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട താടിയൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്ന ഒരു കോമഡി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ സ്ട്രോങ് ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, അതെന്താ നിങ്ങൾ പറയാത്തെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് തോന്നി, എനിക്കത് തമാശ പോലെ തന്നെ ഇയാളാണോ വില്ലെന്ന് തോന്നി. സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല. ചിലപ്പം മാനറിസങ്ങൾ അങ്ങനെ കാണിക്കുന്നതായിരിക്കും. വില്ലൻ വേറെ ലെവലായിരിക്കാം സിനിമയിൽ, അതല്ലായിരിക്കും. എനിക്ക് തോന്നുന്നത് വിജയ് തന്നെയാണല്ലോ ഇതിൽ വില്ലൻ എന്നുള്ള കാര്യമല്ല നമ്മൾ കേട്ടിട്ടുള്ളത്. എന്തൊക്കെയാണ് സംഭവിക്കാറില്ല. എന്തായാലും ഇത്രേ ഉള്ളൂ, ഈ ട്രെയിലറിൽ നമ്മൾ ശരിയായ രീതിയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. സത്യം, എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഇതിൽ ഒളിപ്പിച്ചു, ദുരൂഹതകൾ ഒരുപാടുണ്ട്. തിയേറ്ററിൽ കണ്ട് ഞെട്ടണം. അത് ഞെട്ടാം. സെപ്റ്റംബർ 5-ാം തീയതി ധൈര്യമായിട്ട് തിയേറ്ററിൽ പോവുക, എന്നിട്ട് ഞെട്ടിയിട്ട് തിരിച്ചിറങ്ങി പോരുക. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. ബൈ. ബൈ.